ആഹാ ഇപ്പൊ മൺസൂണിനെ കണ്ട ദ്രാവിഡിന്റെ ഗെറ്റപ്പുണ്ടല്ലേ. കളിയാക്കൊന്നും വേണ്ട. കളിച്ചില്ലേലും നിന്നെയൊക്കെ കൊണ്ട് കളിപ്പിക്കുന്ന ഞാനാ. അല്ല ഇനിയിപ്പോ ഗേൾ ഫാൻസിന്റെ ഒരു ബഹളമായിരിക്കും. അയ്യടാ മോനെ, ഇന്നത്തെ കളിയുടെ കൂടി നാഷണൽ ടീമിലേക്കുള്ള രമേശിന്റെ സെലക്ഷൻ ഉറപ്പാ. പിന്നല്ലാതെ രമേശിന്റെ കളിയും മോനെ രമേശേ, നീ ഫാദർ കച്ചർത്തറയുടെ മാനം കാത്തറ. എന്റെ മാത്രമല്ല, ഈ കോളേജിന് മൊത്തം അഭിമാനം നീ നേടിത്തന്നു. അതെ അതെ, സംഭവം തറയാവുന്ന കണ്ടപ്പോ 2-3 പ്രാവശ്യം മുങ്ങാൻ നോക്കിയതാ. ഈ ഞാനല്ലേ പിടിച്ചിരുത്തിയത്. അത് നേരാ, പക്ഷേ ഇത്ര വലിയ അത്ഭുതം നടക്കുമെന്ന് ഞാൻ കരുതിയോ? എല്ലാ ഈശ്വരന്റെ കൃപ, അത്രേ ഉള്ളൂ. നീ നോക്കൂ, ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ മുഖ്യമന്ത്രി വരുമ്പോ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഒരു സ്പെഷ്യൽ സമ്മാനം നിനക്ക് തരിക്കും. ക്യാഷ് പ്രൈസ് ആണോ? അല്ല, അതിനേക്കാൾ വലിയൊരു സമ്മാനം. ഇപ്പൊ നീ ആ കാശം കൊടുക്കടി. ഏത് ക്യാഷ്? സ്റ്റീഫനുമായി ബെറ്റ് വെച്ച് കിട്ടിയതാ 10,000 രൂപ. ഇത് രമേശിനുള്ളതാ. ബെറ്റ് വെച്ച് നിങ്ങളല്ലേ, നിങ്ങൾ എന്നെ എടുത്തോ? നിന്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ലടാ, നീ മേടിച്ചു. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. എങ്കിലൊരു കാര്യം ചെയ്യാം. കാതിർക്കാട് മോളുടെ കല്യാണത്തിനായി ഞങ്ങൾ കളക്ട് ചെയ്ത ഫണ്ടിലേക്ക് എനിക്കൊരു 100 രൂപയെ കൊടുക്കാൻ കഴിഞ്ഞോളൂ. ദാ ഈ 10,000 രൂപ കൂടി. മോനെ രമേശ, എന്തിനാ കരയുന്നേ? കരഞ്ഞോട്ടറാ, സന്തോഷം വരുമ്പോ ചിലപ്പോ കരയാറില്ലേ? എന്തായാലും കാതിർക്കാട് ബെസ്റ്റ് ടൈമാ. രമേശ് അറിഞ്ഞോ, സുബൈദയുടെ കല്യാണത്തിന് യേശുദാസ് വരുന്നുണ്ട്. നേരാണോ കാതിർക്ക? അതെ മോനെ, ദാസേട്ടൻ നമ്മളെ പഴയ ദോസ്താ. നിന്നെ പോലെ തന്നെ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാ. എന്റെ മോളെ കല്യാണത്തിന് വരാന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ കല്യാണം നമ്മൾ അടിപൊളിയാക്കുന്നു. യോയോ അല്ല, രമേശിനേക്കാളും പ്രായമുണ്ടല്ലേ സ്കൂട്ടറിന്. ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ രമേശ? ഒന്ന് ജീവിച്ചു പോട്ടെ മോളെ. അയ്യേ, ഈ പാട്ട വണ്ടി മാറ്റി ഒരു പുതിയ ബൈക്ക് വാങ്ങിച്ചൂടെ രമേശ? അതിന് ചക്രം വേണ്ടേ? ചക്രം കൂടി കൂട്ടിച്ചേർത്തല്ലേ ബൈക്ക് തരുന്നത്. മോളെ തമാശിക്കല്ലേ, വാങ്ങാനുള്ള ദുട്ടിന്റെ കാര്യ പറഞ്ഞ്. ആഹാ, ഇത്രയും കഷ്ടപ്പാടുള്ള ആളാണോ 10,000 രൂപ കിട്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തത്? അതെ, അത് ബെറ്റ് വെച്ച കാശല്ലേ. സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവിൻ എന്നാണ് പ്രമാണം. അയ്യോ, ഇത് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. എങ്കിൽ ഇതേ കയറിക്കോ, ഞങ്ങൾ കൊണ്ടുവിടാം. കൊള്ളാം. എന്നിട്ട് വേണം ഫാദർ കച്ചർത്തറ എന്റെ കാര്യത്തിന്. രമേശ്, ഇന്ന് ബഷീറിന്റെ വക പാർട്ടിയാണ്. നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? അയ്യോ ഞാനില്ല, ഇപ്പൊ തന്നെ സമയം വൈകി. എനിക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരാളെ കൂട്ടണം. ആരാ? ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ? ഗേൾ ഫ്രണ്ടിനെ. ഇത് സ്റ്റാർട്ട് ആയോ? പോട്ടെ. ടാറ്റാ ടാറ്റാ. അമ്മ എന്താ ലേറ്റായ? ലേറ്റോ? വന്നിട്ട് ഒത്തിരി നേരമായോ? ഇപ്പൊ എത്തിയുള്ളൂ. ഇന്നത്തെ കഴിഞ്ഞ് ഓഫീസിൽ പോയാൽ മതിയായിരുന്നു. ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഇന്ന് ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അതിനുള്ള മെമ്മോ വേറെ കിട്ടിയേനെ. ക്രിക്കറ്റ് മാച്ചിൽ എന്റെ പെർഫോമൻസ് കാണാൻ അമ്മ കൂടി വേണ്ടതായിരുന്നു. ഞാൻ കണ്ടല്ലോ. കണ്ടോ? എങ്ങനെ? ഇങ്ങനെ കണ്ണടച്ചു പിടിച്ച് സ്റ്റേഡിയം മനസ്സിലോർത്തു. അപ്പൊ ഞാൻ കണ്ടു എന്റെ മോൻ ബാറ്റിങ്ങിനെ വീശി വീശി സിക്സർ അടിക്കുന്നത്. സത്യമായിട്ടും. എന്നാ ഞാൻ അമ്മയും കണ്ടു. എങ്ങനെ? ഗവാസ്കർ ബഷീർ ഒന്നോട്ടായപ്പോ എന്റെ ഉള്ളൊന്ന് പഠിച്ചു. പിന്നെ ഞാൻ കണ്ണടച്ച് അമ്മ ഓർത്തു. അപ്പോഴിതാ അമ്മ മുന്നിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഒറ്റ. അയാള് കാണഞ്ഞത് ഭാഗ്യം. വാ. എന്നിട്ടെന്താ, സ്റ്റേഡിയം വെറുപ്പിച്ചളഞ്ഞില്ല ഞാൻ. മുഖ്യമന്ത്രിയെ എനിക്കുള്ള പ്രൈസ് തരാൻ പോകുന്നത്. പിന്നെ ബെറ്റ് വെച്ച വകയിൽ 10,000 രൂപയും കിട്ടി. 10,000? എന്നിട്ട് 10,000 രൂപ നീ എന്ത് ചെയ്തു? അത് നമ്മുടെ കാതിർക്കാട് മോളുടെ കല്യാണ ഫണ്ടിലേക്ക് കൊടുത്തു. അത് നന്നായിടാ. 4 പെമ്മക്കളല്ലേ ആ പാവത്തിന്. എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാ ഓടിയെത്താനും ആശ്വസിപ്പിക്കാനും ആ ഒരു കുടുംബേ ഉള്ളു നമുക്ക്. എന്താ ചെയ്യാന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു ഞാൻ. നന്നായി, അതൊരു പുണ്യായി. പറ. കാതിർക്കാട് മോളുടെ കല്യാണത്തിന് അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആളാ വരുന്നത്. ഗാനഗന്ധർവൻ യേശുദാസ്. ഓവോ, എങ്കിൽ നമുക്ക് നേരത്തെ പോണം. വിധി എന്തോ ആയിക്കോട്ടെ. തോറ്റാലും ജയിച്ചാലും ഞാനതിന് കാര്യാക്കുന്നില്ല. ഇപ്പൊ തന്നെ ഒരു ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചതിന് തുല്യായി. ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച ഒരാൾക്ക് വധശിക്ഷ കൂടി കൊടുക്കണമെന്ന് ഒരു കോടതിയും പറയില്ലല്ലോ. അത് തന്നെയാ ഞാനും പറയുന്നത്. വിധി ന്യായം കേൾക്കാൻ അമ്മ ഇനി കോടതി വരാൻ പോയി കാത്തിട്ട് നിൽക്കണ്ട. നമ്മൾ ഒരുമിച്ച് നാളെ കോളേജിലേക്ക് പോകുന്നു. വേണ്ട മോനെ,
ആളുകൾ കൂടിനടുത്ത് പോകാൻ എനിക്കിപ്പോ പേടിയാ. ഇനി കുത്തുവാക്ക് കേൾക്കാൻ വയ്യ. അമ്മ ആരും ഒന്നും പറയില്ല. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രൈസ് വാങ്ങുന്ന കാണാൻ എന്റെ അമ്മ മുൻനിരയിൽ തന്നെ ഉണ്ടാവണം. എന്നാലും ഒരെന്നാലും ഇല്ല. പിന്നെ എന്റെ പൊട്ട സ്കൂട്ടറിന്റെ ബാക്കിൽ അമ്മ ഇരുത്തിക്കൊണ്ടുവന്ന കാര്യം ഓർക്കുമ്പോഴാ ആ ലേഖയും ജൂലി എന്നെ കണ്ട അപ്പം തുടങ്ങും. എന്റെ പൊന്ന് രമേശ, ഈ പാട്ട് വണ്ടി കളഞ്ഞിട്ട് ഒരു ബൈക്ക് വാങ്ങിക്കൂടെന്ന്. 999 രൂപ ഡൗൺ പേയ്മെന്റ് ബൈക്ക് കൊടുക്കണ പരസ്യമുള്ള ഒരു പേപ്പറും കൊണ്ടുവന്നു. ഇവിടെ എവിടെയോ കാണണോ അത്? ഈശ്വരാ, അമ്മയൊന്ന് സമ്മതിച്ചെന്നാ മതിയാ. ആ കിട്ടി. അമ്മയ്ക്ക് മോഹമില്ലഞ്ഞിട്ടാ. നിന്നെ ഒരു രാജകുമാരനെ പോലെ വളർത്തണമെന്ന് അമ്മയ്ക്ക്. പക്ഷേ മോന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ. അയ്യേ കരയ്യ. എനിക്കറിഞ്ഞൂടെ അച്ഛന്റെ കടങ്ങൾ വിട്ടാൻ അമ്മ പെടുന്ന പാട്. പിന്നെ അതിന്റെ കേസ്, വക്കീൽ ഫീസ് ഒക്കെ എനിക്കറിയാം. ബൈക്ക് ഉടനെ വാങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട്. അല്ല, അപ്പോഴേക്കും ഞാൻ സമ്പാദിച്ചു തുടങ്ങില്ലേ. അപ്പൊ പിന്നെ അമ്മ നോക്കിയോ, ഈ വാടക വീട് മാറി പണ്ട് നമുക്കുണ്ടായിരുന്ന കൊട്ടാരം പോലെ ഒരു ബംഗ്ലാവ് പണിത് എന്റെ അമ്മയെ ഞാൻ അതിലെ മഹാറാണിയാക്കും. അമ്മ മഹാറാണി. എന്നിട്ട് ബെൻസ് കാറി കയറി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംലയിലേക്ക് ഒരു ടൂർ. എന്താ? പക്ഷെ നാളെ അമ്മ മഹാറാണി എന്റെ പൊട്ട സ്കൂട്ടറിൽ തന്നെ വരേണ്ടി വരും. വരില്ലേ? വേണോ? വേണം. നാളെ നമ്മൾ ഒരുമിച്ച് കോളേജിൽ പോകുന്നു. യോയോ യാ യാ. എന്റെ അമ്മ, ഇത് എന്തു പറ്റി? ഭരണകക്ഷികൾ കൂട്ടത്തോടെ വല്ല ജനസമ്പർക്ക പരിപാടിയാണോ? പിന്നെ അല്ലാതെ തന്നെ കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോ ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നത്. അത് കട്ടായിട്ട് കുറച്ചു നാളായി. എങ്കിൽ പിന്നെ ഈ രമേശിന് ഒരു സെൽഫോൺ വാങ്ങിക്കൊടുത്തൂടെ? അല്ല, അതിനു വേണ്ട ഭൂകമ്പം ഇപ്പൊ എന്താ ഉണ്ടായേ? രമേശ, ജൂബിലി സെലിബ്രേഷന് സിനിമാ നടൻ മമ്മൂട്ടി കൊണ്ടുവരാൻ നേറ്റത് ലേഖയില്ലേ? ആ, അത് പൊളിഞ്ഞ്. എന്ത് പറയുന്നു? മൈ ഡിയർ സ്റ്റുഡന്റ്സ്, എന്റെ പൊന്നുമക്കളെ, നമ്മുടെ കോളേജിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു സുദിനമാണിന്ന്. ദേവിയിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓ, ഈ കഴിവേറി മക്കള്! നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ളെന്നാ വചനം. അതൊരു പഴഞ്ചൊല്ലല്ലേ ചോ? ഞാൻ ഉണ്ടാക്കിയ ഒരു വചനം അന്നങ്ങ് വെച്ചോ. ആ ലേഖയുടെ വാക്ക് കേട്ട് അച്ഛൻ തുള്ളുമ്പോഴേ ഞാൻ പറഞ്ഞാണ് സൂക്ഷിക്കണം. എവിടെയാ അവള്? മമ്മൂട്ടിയുടെ മുമ്പിൽ ഡാൻസ് ചെയ്യാൻ കിട്ടിയ അവസരം ഞാനിന്ന് കലക്കും. മൊത്തം കലങ്ങാതിരുന്നാ മതി. അതൊക്കെ രമേശ് നോക്കിക്കോളൂ. അവിടെ ഇരിടി. മുഖ്യമന്ത്രി എത്താൻ വൈകും. മമ്മൂട്ടി എത്തിയിരുന്ന ഉദ്ഘാടനമെങ്കിലും നടത്താമായിരുന്നു. ലേഖ എവിടെ? എവിടെയാ അവള്? അവളിപ്പോ വരുവച്ചോ? വരും. അതോ മുങ്ങി സത്യം പറഞ്ഞോളെ. നിന്റെ ഒരു ഒറ്റ ആളുടെ ബലത്തിലാ ഈ കുരിശെടുത്ത് ഞാൻ തോളെ വെച്ചത്. വല്ലതും നടക്കുവോ? ധൈര്യമായിട്ടിരിക്കച്ചോ. മമ്മൂട്ടി മാത്രല്ല, മോഹൻലാലും എത്തും. സത്യമാണോ? അവസാനം ഞാൻ ഈ കോളേജിൽ നിന്ന് ഓടേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഓടിയാൽ ഒളിക്കാൻ ഒരൊറ്റ പള്ളി പോലും ഇല്ല. എല്ലാം പൂട്ടിയിട്ടിരിക്കുക. കർത്താവാണ് അതിന്റെ അകത്ത് പെട്ടും പോയി. അച്ഛൻ എന്തായാലും അതുപോലെ വിടില്ല. ധൈര്യമായിട്ട് അനൗൺസ് ചെയ്തു. സൂപ്പർ സ്റ്റാറുകൾ പുറപ്പെട്ടു കഴിഞ്ഞാച്ചോ. സത്യമാണോ? തനിക്ക് മനസ്സിലായോ ഇപ്പൊ എന്റെ പിള്ളേരുടെ ചോണ? എനിക്ക് മമ്മൂട്ടിയുടെ കൂടെ വന്നൊരു ഫോട്ടോ എടുക്കണം. ഞാനും കുറെ നാൾ നടന്നതാണ് അഭിനയിക്കാൻ. പാടോ ഒന്ന് അനൗൺസ് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഹലോ നന്ദിനി. ഇന്ന് കേസിന്റെ വിധി കേൾക്കാൻ പോയില്ലേ? ഇല്ല. ഭയങ്കര തന്റേടം തന്നെ, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു മക്കളെ, മൈ ഡിയർ സ്റ്റുഡന്റ്സ്, സുവിശേഷ വചനം പോലെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് തിരികൊടുത്തി ഉദ്ഘാടനം ചെയ്യാൻ മമ്മൂട്ടി മാത്രമല്ല, മോഹൻലാലും വരുന്നുണ്ട്. എന്റെ കർത്താവേ, ഞാൻ എന്താ ഈ കാണുന്നേ?